ഓം ശാന്തി. കുടുംബത്തിലിരുന്നു കൊണ്ട് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? സാഹചര്യങ്ങൾ മാറി മാറി വരില്ലേ? സന്തോഷത്തിൻ്റെ കാര്യങ്ങളും സങ്കടത്തിൻ്റെ കാര്യങ്ങളും, ചിലപ്പോൾ ചില മരണങ്ങൾ, എന്തൊക്കെ അവസ്ഥകൾ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കടന്നു പോകാൻ സാധിക്കും. എല്ലാ സാഹചര്യങ്ങളും ഇരുന്നു കൊണ്ടും നമ്മളെപ്പോലെ ഗൃഹസ്ഥികളായിട്ട് മക്കളുണ്ട്, പേരമക്കളുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, ഫാമിലി മറ്റ് മെമ്പേഴ്സ് ഉണ്ട്, എല്ലാ ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. എന്നിട്ടും എങ്ങനെ ഹാപ്പി ആയിരിക്കാൻ സാധിക്കും? എന്നിട്ട് ഈ കാര്യങ്ങളിലൊക്കെ പ്രഭാവത്തിന് എങ്ങനെ മാറി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും? ഇത് കുറേ പേരുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കഥ പറയുകയാണ്. ഒരിക്കൽ ഒരു ഗുരുവിന് ഒരു 5-8 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ആ 5 പേരും 6 പേരും വളരെ അധികം നല്ല കുടുംബത്തിൽ നിന്ന്, മീൻസ് ധനപരമായിട്ട് ഉയർന്ന അവസ്ഥയിൽ നിന്നുള്ളവരും, ഒരാൾ മാത്രം ചെറിയൊരു കുടിലിൽ നിന്നുള്ള ആളും ഉണ്ടായിരുന്നു. ആ കുടിലിൽ നിന്നുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എഫിഷ്യൻ്റാണ്, നല്ല മിടുക്കനാണ്, സമർത്ഥനാണ്, ഗുരുവിനേറെ പ്രിയപ്പെട്ടവനാണ് അവൻ. പക്ഷേ തൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന ശിഷ്യന്മാരുടെയൊക്കെ സാമ്പത്തിക അവസ്ഥ ഉയർന്നതായതുകൊണ്ടും അവൻ്റെ താഴ്ന്നതായതുകൊണ്ടും തന്നെ പലപ്പോഴും അവൻ്റെ മനസ്സിനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം വല്ലാതെ ബാധിക്കുമായിരുന്നു. ഇവരൊക്കെ വലിയ വീട്ടിലെ ആളുകളാണ്, വലിയ വീട്ടിലെ കുട്ടികളാണ്, ഞാനൊന്നും ഇല്ലാത്തതാണ്. ഇങ്ങനെയുള്ള ഫീലിംഗ് അവൻ്റെ മനസ്സിൽ പലപ്പോഴും നല്ല വീട് വേണം, എനിക്കും നല്ല സ്റ്റാറ്റസ് വേണം, എനിക്കും അങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ളതായിട്ടുള്ള മോഹം അതിശക്തമായിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ തന്നെ അവനവൻ്റെ പഠനം കഴിഞ്ഞ് ഗൃഹസ്ഥത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതേസമയം ഈ കുട്ടിയാണെങ്കിൽ പഠനശേഷം ഗുരുവിനെ പോലെ ഒരു ഗുരുവാവാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. തൻ്റെ ശിഷ്യൻ്റെ എല്ലാ കഴിവുകളെക്കുറിച്ചും ഗുരുവിന് പക്കാ ബോധ്യമായിരുന്നു. പക്ഷേ ശിഷ്യനുള്ളതായിരിക്കുന്ന മനസ്സിലെ ഈ ഒരു മോഹം, എനിക്ക് ധനമില്ലാത്ത വീട്ടിലെയാണ് എന്നതായിട്ടുള്ള ഒറ്റ കാരണം കൊണ്ട് ഉണ്ടാകുന്ന അപകർഷതാബോധത്തെക്കുറിച്ച് ഗുരുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ പഠനമൊക്കെ പൂർത്തിയാക്കി എല്ലാ ശിഷ്യന്മാരും അവനവൻ്റെ വീടുകളിലേക്കും കാര്യങ്ങളിലേക്കും പോവുകയായി. ഈ കുട്ടിയും സ്വന്തം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാനുള്ളതായിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് അവസാനം പാദം വന്നിച്ചപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരു, അങ്ങേക്ക് ഞാൻ ഗുരുദക്ഷിണയായിട്ട് എന്താണ് തരേണ്ടത് എന്ന്. അപ്പോൾ പറയും, നീ ആത്മാർത്ഥമായിട്ടാണോ ചോദിക്കുന്നത്? അപ്പോൾ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് അങ്ങനെ അവർ തരുന്ന പോലെ ഒന്നും തരാൻ പറ്റില്ല, എന്നാൽ എന്തെങ്കിലും ഒന്ന് അങ്ങേക്ക് തരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എങ്കിൽ നീ എൻ്റെ ഒരു ആജ്ഞ നീ പാലിക്കണം എന്ന് പറയും. അപ്പോൾ ചോദിക്കുക, അങ്ങയുടെ എന്ത് ആജ്ഞയാണെന്ന് ഞാൻ പാലിക്കാം. എങ്കിൽ നീ പോകണം, ധനം സമ്പാദിക്കാനുള്ള നല്ല കഴിവ് നിനക്കുണ്ട്, അതുകൊണ്ട് ഇഷ്ടം പോലെ നിറയെ പൈസ സമ്പാദിക്കുക എന്നുള്ളതാണ് നിന്നോട് എനിക്ക് തരാനുള്ളതായിട്ടുള്ള ആജ്ഞ എന്ന് പറയും. അങ്ങനെ ശിഷ്യനാകെ അത്ഭുതപ്പെട്ടു പോകും. ഗുരുവിനോട് തൻ്റെ മനസ്സിൻ്റെ ആശ പറഞ്ഞതാണ്, അങ്ങേപ്പോലൊരു ഗുരുവായിട്ട് ആശ്രമത്തിൽ വാഴണം എന്ന് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും ഗുരു എന്നോട് പണം സമ്പാദിക്കാൻ പറഞ്ഞയച്ചല്ലോ, പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ പറഞ്ഞയച്ചത് എന്നുള്ളതായിട്ടുള്ള വേദന പിന്നെയായി ശിഷ്യന്. ശരി, ഗുരുവിന് വാക്ക് കൊടുത്തതാണല്ലോ. അങ്ങനെ പൈസ സമ്പാദിക്കാനുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താൻ വേണ്ടി ഈ ശിഷ്യൻ ആശ്രമത്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം ഇങ്ങനെ യാത്രയാവുകയാണ്. യാത്ര പോയി 2 ദിവസം യാത്ര കഴിഞ്ഞപ്പോൾ കാട് കഴിഞ്ഞു, ആ ഗ്രാമങ്ങൾ കഴിഞ്ഞു, രാജാവുള്ളതായിട്ടുള്ള രാജ്യത്തിൻ്റെ സ്ഥലത്തേക്ക് അവൻ എത്തിച്ചേരുകയാണ്. അങ്ങനെ അവൻ രാത്രിയിൽ സന്ധ്യയ്ക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു സത്രത്തിൽ ഉറങ്ങാനുള്ള ഇടം കണ്ടെത്തി. ഉറങ്ങുമ്പോൾ 2 ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. എന്തൊരു ദയാശീലനാണ്, എന്തൊരു ദാനിയാണ് നമ്മുടെ രാജാവ്. ഇങ്ങനൊരു രാജാവിൻ്റെ രാജ്യത്ത് ജീവിക്കാൻ പറ്റിയതായിരിക്കാം ഒരു പക്ഷേ നമ്മുടെയൊക്കെ സമൃദ്ധിയുടെ ആധാരം. അപ്പോൾ രാവിലെ നേരത്തെ എന്ത് ചോദിച്ചാലും രാജാവ് കൊടുക്കുമല്ലോ എന്ന്. അപ്പോൾ ഇവൻ ഉടനെ ചോദിക്കും, അങ്ങനെ രാജാവിൻ്റെ അടുത്ത് രാവിലെ പോയിട്ട് എന്ത് ചോദിച്ചാലും കിട്ടുമോ? അപ്പോൾ പറയും, തീർച്ചയായിട്ടും ആദ്യം കാണുന്ന ഒരാൾക്ക് മാത്രമേ രാജാവ് കൊടുക്കൂ, അത്രേ കണ്ടീഷനുള്ളൂ. പക്ഷെ ആ സമയത്ത് ചോദിച്ചത് എന്തും രാജാവ് ദാനം ചെയ്യും. വിചാരിച്ചു, ധനം സമ്പാദിക്കുന്നതിനേക്കാൾ ഏറെ നല്ലൊരു മാർഗ്ഗം എനിക്ക് എന്ത് കിട്ടാനാണ്? അങ്ങനെ അവൻ പിറ്റേ ദിവസം കാത്തിക്കാതെ രാത്രി ഉറക്കം മാറ്റിവെച്ചു. നാളെ തന്നെ ധനികനായിട്ട് എനിക്ക് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലണം എന്നായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ഉടനെ ഈ ശിഷ്യൻ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ പുലർച്ചെ നേരം പുലരും മുന്നേ തന്നെ ആ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഇവൻ എത്തിച്ചേർന്നു. നോക്കുമ്പോൾ നിറയെ ആൾക്കാരുണ്ടാവേണ്ടതാണ് ഇങ്ങനെയൊക്കെ രാജാവ് ദാനം കൊടുക്കുമെങ്കിൽ. ഫസ്റ്റ് എത്തണം എന്ന ആഗ്രഹത്തോടെ അവൻ ചെന്നു. അവിടെ ആരും കണ്ടില്ല. അങ്ങനെ നേരം അപ്പോൾ മനസ്സിൽ വിചാരിക്കും, ഈ ആൾക്കാർ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമോ? ഇങ്ങനെ രാജാവ് ദാനം കൊടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരെ കാണണ്ടേന്നൊക്കെ വിചാരിക്കും. അങ്ങനെ നേരം പുലർന്നു, കോട്ടവാതിൽ തുറന്നു. എന്തായാലും കുറച്ചു നേരം കൂടെ നിന്നിട്ട് പോവാം എന്നവനെ വിചാരിച്ചു. പക്ഷേ തെറ്റിയില്ല. രാജാവ് അമ്പലത്തിലെ പൂജ കഴിഞ്ഞ ശേഷം ദാ വരുന്നു കൊട്ടാരത്തിൻ്റെ കോട്ടവാതിൽക്കലേക്ക്. അവന് സന്തോഷമായി, വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് എല്ലാം ചോദിക്കാമെന്നുള്ളതായിട്ടുള്ള വിശ്വാസത്തോടെ സന്തോഷത്തോടെ നിൽക്കും. അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ രാജാവ് നേരെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത് ചോദിച്ചോളൂ. അപ്പം പറയും, ചോദിച്ച് എന്തും തരുന്നുള്ള കാര്യം ഉറപ്പാണോ? രാജാവ് പറയും, തീർച്ചയായിട്ടും തരാം. അപ്പോൾ അങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് പറയും, എനിക്ക് ഒരു 15,000 സ്വർണ്ണ നാണയങ്ങൾ വേണം.
അപ്പോൾ രാജാവ് പറയും അതിനെന്താ. ഉടനെ തന്നെ സൈനാനോട് പറഞ്ഞു 15,000 സ്വർണ്ണ നാണയം അവന് കൊടുത്തേക്കൂ എന്ന് പറയും. അപ്പം എനിക്ക് ഒരു മിനിറ്റ് 15,000 സ്വർണ്ണ നാണയം തരും, ഞാൻ കുറച്ചുകൂടെ കൂടെ ചോദിച്ചാലോ? ഓ തീർച്ചയായിട്ടും, നീ എത്ര വേണമെങ്കിൽ ചോദിച്ചോളൂ പറയും. അപ്പോൾ എനിക്ക് 1,00,000 സ്വർണ്ണ നാണയങ്ങൾ വേണം. രാജാവ് പറയും ആയിക്കോട്ടെ അത് കൊടുത്തേക്ക്. അപ്പോൾ അവന് തോന്നലായി അതും പോരാ, അല്ലല്ല അത് പോരാ, എനിക്കൊരു കാര്യം വേണം. അപ്പോൾ രാജാവ് പറയും ആയിക്കോട്ടെ എന്ത് വേണമെങ്കിൽ ചോദിക്കാൻ പറയും. അപ്പോൾ എനിക്ക് അങ്ങയുടെ രാജ്യത്തിൻ്റെ പകുതി രാജ്യത്തിന് അധികാരിയാവണം. അപ്പോൾ ഓ അതും ആയിക്കോട്ടെ. അപ്പോൾ അതിനെന്താ പിന്നെ ഒരു കാര്യം ചെയ്യാതെ എഴുതാനുള്ള ആളെ വിളിക്കാൻ പറയും രാജാവ്. അവർ അല്ലല്ല ഒരു മിനിറ്റ് കൂടെ നിൽക്കും, എനിക്ക് ഇനി കുറച്ചുകൂടെ വേണം. അപ്പോൾ രാജാവ് ആയിക്കോട്ടെ ഒരു കാര്യം ചെയ്യുക, എനിക്ക് മുഴുവൻ രാജ്യത്തിൻ്റെ അധികാരി എനിക്കാവണം, അതാണ് എൻ്റെ സ്വപ്നം എന്ന് പറയും. ആയിക്കോട്ടെ നീ കുരുങ്ങിക്കോ, ഞാൻ പോട്ടെ എന്ന് പറയും, ഞാൻ രക്ഷപ്പെട്ടെ എന്ന് പറയും. അത് കേട്ടപ്പോൾ അവന് പേടിയായിപ്പോയി. ഇത്രയും വലിയ രാജ്യം, രാജകൊട്ടാരം, ആവശ്യത്തിന് ധനം, ഇതെല്ലാം ഉണ്ടായിട്ട് ഈ രാജാവ് പറയുകയാണ് നീ കുരുങ്ങിക്കോ ഞാൻ പോട്ടെ എന്ന്. എന്നാൽ പിന്നെ രക്ഷപ്പെടുന്നല്ലേ നല്ലതെന്ന് അവൻ അപ്പോഴേ തോന്നി മനസ്സിൽ. ഉടനെ പറയും വേണ്ട എനിക്ക് അങ്ങയുടെ ഒരു ധാരണവും ആവശ്യമില്ല, ഞാൻ പോട്ടെ എന്ന് ഓടി രക്ഷപ്പെടും അവിടുന്ന്. അങ്ങനെ അവൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറയും എനിക്ക് എൻ്റെ മനസ്സിൻ്റെ മോഹമൊക്കെ തീർന്നു, എനിക്ക് ഇഷ്ടം പോലെ ധനം കിട്ടി, എനിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാം നേടി വേണ്ടാന്ന് വെച്ച് വരികയാണ് എന്ന്. അപ്പോൾ ഗുരു പറയും ആയിക്കോട്ടെ, ധനം വേണ്ട എന്നുള്ള നിൻ്റെ മോഹം തീർന്നുവെങ്കിൽ നിനക്കിനി എൻ്റെ മാർഗത്തിൽ മുന്നേറാമെന്ന്. എല്ലാ മനുഷ്യന്മാരുടെയും ടെൻഷൻ്റെ കാരണം അവർക്ക് വേണം എന്നതായിട്ടുള്ള അതിനുള്ള അറ്റാച്ച്മെൻ്റാണ്. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനത് ഭോഗിച്ചിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാൻ ഗൃഹസ്ഥത്തിൽ പോയിട്ടില്ല, ഗൃഹസ്ഥാശ്രമി ആയിട്ടില്ല, കുടുംബജീവിതം നയിച്ചിട്ടില്ല, അതിൻ്റെ സുഖം അറിഞ്ഞിട്ടില്ല, എനിക്ക് ഈ സുഖം അറിഞ്ഞിട്ടില്ല, ധനത്തിൻ്റെ സാധനം വാങ്ങിക്കുന്ന സുഖം അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനുള്ളത് ആസക്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണം. വേറൊരു സന്ദർഭം കൂടെ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു തീവ്ര ഭക്തനായിരിക്കുന്ന ഒരാൾ, അയാൾ പക്ക ഗൃഹസ്ഥിയാണ്, 2 മക്കളുടെ അച്ഛൻ, കച്ചവടം നടത്തുന്നു, നല്ല സാത്വികമായിരിക്കുന്ന ഭാര്യ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ഈശ്വരനോട് പറയാറുണ്ട് ഭഗവാനെ നീയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ആധാരം, നീയാണ് എനിക്ക് സർവസ്വവും, നീയാണ് എൻ്റെ ലോകം എന്നൊക്കെ പറയും. എങ്കിലും അദ്ദേഹം ബിസിനസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മക്കളോടും ഭാര്യയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഈശ്വരനാണ് എൻ്റെ സർവസ്വം എന്ന് അയാൾ പറയുമെങ്കിലും അയാളുടെ സർവസ്വം അയാളുടെ മക്കളും ഭാര്യയും തന്നെയാണ്. എന്നും രാത്രിയിൽ അദ്ദേഹത്തിനൊരു ശീലമാണ്, രാത്രി മക്കൾക്കൊപ്പം ഇരുന്നേ അച്ഛൻ ആഹാരം കഴിക്കൂ, ഒന്നിച്ച് ഫാമിലി ഒന്നിച്ച് രാത്രി ആഹാരം കഴിക്കണം, അച്ഛന് നിർബന്ധമാണ്. ഒരു ദിവസം അച്ഛൻ ജോലിക്ക് പോയ സമയം, ബിസിനസ്സിന് പോയ സമയം, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ കിണറ്റിൽ വീണ് മരിച്ചു. കിണറ്റിൽ വീട്ടിൽ മരിച്ചപ്പോൾ എല്ലാവർക്കും ഷോക്കായി. ഭാര്യയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല, കരയുകയാണ്. പക്ഷെ അപ്പോഴും ആ ഭാര്യയുടെ മനസ്സിൽ മക്കളുടെ കൂടെ അല്ലാതെ ഒരു ദിവസമെങ്കിലും ഒരു ഉരുളയെങ്കിലും അച്ഛൻ മക്കളിലേ കഴിക്കില്ല. അങ്ങനെയുള്ള എൻ്റെ ഭർത്താവ് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. എങ്കിലും എൻ്റെ ഭർത്താവിനെ അറിയിക്കാതെ എനിക്ക് എൻ്റെ മക്കളും നഷ്ടമായി, എൻ്റെ ഭർത്താവ് നഷ്ടമാവരുത് എന്ന് ഈ അമ്മ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഭഗവാനോട് പറയും ഭഗവാനെ എല്ലാം നീയാണ് എൻ്റെ സർവസ്വം എന്നൊക്കെ ഭർത്താവ് പറയുമെങ്കിലും എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മക്കൾക്കാണ് ഏറ്റവും സ്ഥാനമെന്ന്, അതുകൊണ്ട് ഇതിനൊക്കെ അതിജീവിക്കാനുള്ള ശക്തി കൊടുക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ മക്കൾ 2 പേരുടെയും ബോഡി ഹോസ്പിറ്റലിലാണ്. ഈ സമയത്ത് ഭർത്താവ് വന്നു, വൈകുന്നേരം ഇയാൾ അറിഞ്ഞിട്ടില്ല ഇതൊന്നും. ജോലി കഴിഞ്ഞ് വന്ന് കഴിക്കാൻ വേണ്ടി സാധാരണ പോലെ കുളിച്ചു വന്ന് മക്കളെ വിളിക്കുകയാണ്. വരുമ്പോൾ മക്കളെ കാണുന്നില്ല. മക്കളെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ അവിടെ ഉണ്ട്, സാരമില്ല നിങ്ങൾ റെഡിയാവാൻ പറയും. അങ്ങനെ ഭർത്താവ് കുളിച്ചു വന്നപ്പോൾ ആഹാരം വിളമ്പി വെച്ച് കൊടുത്തു, കഴിക്കാൻ പറയുമ്പോൾ അതെങ്ങനെയാണ് എനിക്ക് ഒറ്റയ്ക്കുന്ന ആഹാരം, മക്കളെവിടെ പോയി, അവർ കളിക്കാൻ എവിടേക്കെങ്കിലും പോയിരിക്കുകയാണോ, എന്നാൽ വന്നോട്ടെ എന്നിട്ട് കഴിച്ചാൽ മതി, എനിക്കൊരു തിരക്കുമില്ല എന്ന് പറയും. അപ്പം ഭാര്യ പറയും അങ്ങനെയല്ല, ഇന്ന് നിങ്ങൾ കഴിച്ചേക്കൂ, കുഴപ്പമൊന്നുമില്ല, എല്ലാ ദിവസവും എന്താ മക്കളെ കൂടെ മാത്രം ഇരുന്നാണോ കഴിക്കുന്നത്. ഇങ്ങനെ കുറേ നടന്നിട്ട് എന്ത് പറഞ്ഞിട്ടും ഇയാൾ മക്കളില്ലാതെ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അവസാനം ഭാര്യയ്ക്ക് പറയേണ്ടി വരും ഇങ്ങനെയൊന്ന് പകലുണ്ടായി, മക്കൾ കിണറ്റിൽ വീണു മരിച്ചു, ഹോസ്പിറ്റലാണ്. അത് കേട്ടപ്പോൾ ഭാര്യ വിചാരിച്ച അടുത്ത നിമിഷം ഭർത്താവ് ബോധം കെട്ട് വീഴുന്നതാണ്. അപ്പോൾ അയാൾ ചോദിക്കും അങ്ങനെയാണോ, ഓക്കെ കൃഷ്ണ നീ തന്നെ എൻ്റെ സർവസ്വമാണ്, നീ തന്നെ എൻ്റെ എല്ലാ ലോകമാണ്, എന്നിട്ട് പിന്നെ ഇപ്പം ഇങ്ങനെ ചോറൊക്കെ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കാനാണ്, മക്കളെ കാര്യം എടുക്കണ്ടേ, ഡെഡ് ബോഡി കൊണ്ടുണ്ടേ, ശരിയാക്കണ്ടേ, അതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, എന്നാൽ ഇന്ന് ഊണ് വേണ്ടാന്ന് വെച്ചാൽ നാളെ നമുക്ക് കഴിക്കുക. ഇങ്ങനെ വളരെ സാധാരണ ഒരാൾ പറഞ്ഞപ്പോൾ വിചാരിച്ചു പോയി ഇയാൾക്ക് തലയ്ക്ക് എന്തെങ്കിലും ആയിപ്പോയി, ഷോക്ക് കൊണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അടുത്ത ആൾക്കാർ വന്ന് പറയും വിഷമിക്കേണ്ട, ഇതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നേരിടാനല്ലേ ഈശ്വരൻ്റെ ഭക്തി. അപ്പോൾ അയാൾ ആര് പറഞ്ഞു ഞാൻ വിഷമിച്ചു എന്ന്, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഭഗവാൻ എനിക്ക് തന്ന നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവരുടെ കൂടെ മാക്സിമം സന്തോഷിക്കുമായിരുന്നു. ഇന്ന് ഈശ്വരൻ്റെ കൂടെ പോയിരിക്കുന്നു, അതുകൊണ്ട് ഈശ്വരൻ്റെ കൂടെ പോയവരെ യാത്ര അയച്ചിട്ട് ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നതാണ് എൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സന്തോഷമെന്ന്. ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്.
മാക്സിമം അറ്റാച്ച്ഡ്. ഞാനിതൊരു കഥ മാത്രം പറയുന്നതല്ല. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ബാംഗ്ലൂരിലുള്ള ഒരു ഭായിൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മിടുക്കനായിരുന്ന മകൻ ബേക്കറി നടത്താൻ വേണ്ടി അച്ഛനെ A to Z കാര്യങ്ങൾ സഹായിച്ചിരുന്ന ആൾ, അച്ഛനെ പോലെ തന്നെ ധ്യാനവും തപസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നൊരു കുട്ടി. എൻജിനീയറിങ്ങിൻ്റെ അവസാന വർഷം പഠിക്കുമ്പോൾ കുട്ടി കൂട്ടുകാർക്കൊപ്പം കടൽ കാണാൻ വേണ്ടി പോയതാണ്. അവൻ കടലിൽ പോയി എന്നുള്ള വിശേഷം എങ്ങനെയാണ് വന്ന് പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ സാറുമാരും കൂട്ടുകാരും ഒക്കെ സങ്കടം സഹിക്കുക വയ്യാതെ വന്ന് അച്ഛനോട് പറയുകയാണ്. അപ്പോൾ എല്ലാവരും മുഖം കണ്ടപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അവൻ എന്നെ വെട്ടിച്ചു പോയോ എന്ന്. അവരൊക്കെ വെട്ടിച്ചു പോയോ, എവിടേക്ക് മുന്നോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയാതെ ഈശ്വരൻ്റെ അടുത്തേക്ക് ഞാൻ ആദ്യം പോകുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ അവൻ എന്നെയും അതിക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലേ എന്ന്. സ്നേഹിക്കുന്ന അച്ഛൻ്റെ മോൻ്റെ സ്നേഹം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയും ഒരു സ്നേഹം അച്ഛനും മോനും തമ്മിൽ ഉണ്ടാവുമോ നമ്മൾ വിചാരിക്കുമായിരുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഭാവം എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ 100% അവർക്ക് കെയർ ആൻഡ് ലവ് കൊടുക്കാനും അവർക്ക് പ്രൊട്ടക്ഷനും സപ്പോർട്ടും കൊടുക്കാനും അവർ വഴിമാറി വേറൊരു യാത്ര തുടങ്ങുമ്പോൾ ആ യാത്രയിലേക്ക് 100% സന്തോഷത്തോടെ പറഞ്ഞയക്കാനും സാധിക്കണം. അതിൻ്റെ പേരാണ് ആർട്ട് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് ഇൻ അറ്റാച്ച്മെൻറ്റ് എന്ന്. എല്ലാതുണ്ടായിട്ടും എല്ലാവരും കൂടെ ജീവിക്കുമ്പോഴും സന്തോഷം, ഒന്നുമില്ലെങ്കിലും സന്തോഷം. രാമായണത്തിൽ രാമനെ കാണിച്ചു തരുന്നുണ്ടല്ലോ. രാജകൊട്ടാരത്തിൽ രാജാവായി വാഴിക്കാൻ പോകുമ്പോഴും രാമന് സന്തോഷം. അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് വെറും നിലത്തൂടെ ചെരുപ്പില്ലാതെ നടന്നു പോകുമ്പോഴും മരവുരി അണിഞ്ഞുകൊണ്ട് പോകുമ്പോഴും അപ്പോഴും സന്തോഷം. സീത കൂടെ ഉള്ളപ്പോഴും സന്തോഷം. സീത വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് തൻ്റെ രാജ്യഭാഗ്യം ഭരിക്കുമ്പോഴും സന്തോഷം. സന്ദർഭങ്ങൾ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും മനസ്സുകൊണ്ട് എന്ത് കർത്തവ്യം ഏത് സമയത്ത് ചെയ്യണോ ആ സമയത്ത് ചെയ്യാനും അതിന് ഡിറ്റാച്ച്ഡ് ആവാനും സ്വയം നമ്മളെ സമ്പന്നമാക്കാനുള്ളതായിരിക്കുന്ന വിദ്യ നമുക്ക് സ്വന്തമാക്കിയിരിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സർവസ്വമായിരിക്കുന്ന ആധാരം എന്ന് പറയുന്നത് ഭഗവാനായിരിക്കണം. ബാക്കി എല്ലാവർക്കും സ്നേഹം നിറച്ചു കൊടുക്കാനാവണം. എപ്പോൾ ആരുടെ മനസ്സിൽ ഭഗവാൻ വസിക്കുന്നു, ആരുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കടൽ അലയടിക്കുന്നുണ്ടോ അവർക്കെല്ലാവരും സ്വന്തമായി കൊണ്ട് സ്നേഹിക്കാൻ സാധിക്കും. ആരിലും വ്യത്യാസം ഉണ്ടാവില്ല. അതേസമയം ആരുടെ വേർപാടും അവരുടെ മനസ്സിനെ കൊല്ലുകയുമില്ല. ഒരു സാധനത്തിൻ്റെ നഷ്ടവും അവരുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ജീവിതം കൊടുക്കാനുള്ളതാണെന്ന ഭാവത്തോടു കൂടി കുടുംബത്തിലിരിക്കുമ്പോൾ ഞാനിവിടെ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്നിലൂടെ എത്ര സന്തോഷം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ അത്രയും സന്തോഷം കൊടുക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ഫാമിലി ലൈഫ് ഹാപ്പിയാവും. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ ഞാൻ കരഞ്ഞിട്ട് എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റില്ല. അവിടെ ആദ്യം അവനവനെ സന്തോഷിപ്പിക്കാൻ, നമ്മളെ എംപവർ ചെയ്യാൻ മെഡിറ്റേഷൻ, പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി, കുറച്ച് എക്സസൈസുകൾ, നല്ല ആരോഗ്യം, നല്ല മനസ്സിൻ്റെ ആരോഗ്യം, നല്ല കർമ്മത്തിന് വേണ്ടതായിരിക്കുന്ന ജ്ഞാനം, ഈശ്വരനുമായിട്ടുള്ള ബന്ധം, ഈ 4 കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സ്വയം ഹാപ്പി ആയിക്കൊണ്ട് ഹെൽത്തി ആയിക്കൊണ്ട് നിങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും സന്തോഷമായിട്ട് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.